താങ്ക്സ് ഗിവിങ് ഫീസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ പറയില്ല സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടർക്കി. ഓക്കെ, ടർക്കിയെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇതൊന്ന് എന്താ പറയുക ബ്രൈൻ ചെയ്തിട്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പം നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം ടർക്കി റെഡി ആയിട്ടിരിക്കുന്നു. അപ്പം ഈ താങ്ക്സ് ഗിവിങ് ഫീസ്റ്റ് എന്ന് വെച്ചാൽ യൂഷ്വലി ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ പോലെ. ഓക്കെ, ഇപ്പം നമ്മുടെ ഓണമൊക്കെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഓണം പോലെയൊക്കെയുള്ള ഒരു ഫെസ്റ്റിവലാണ് താങ്ക്സ് ഗിവിങ്. അപ്പം എല്ലാം ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഉള്ള ഫെസ്റ്റിവലാണ്. പിന്നെ അല്ലാതെ വേറെയൊക്കെ ഉണ്ട്. ഹിസ്റ്ററിയിലൊക്കെ ഇവിടുത്തെ എന്താ യൂറോപ്യൻസ് വന്നപ്പോൾ നേറ്റീവ് പീപ്പിള് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ തന്നെ ഇപ്പോഴും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൻ ഡിഷ് വെച്ചാൽ ടർക്കി. ഓക്കെ, ടർക്കിയുടെ കൂടെ കഴിക്കുന്നതാണ് ഈ ക്രാൻബെറി സോസും ഈ ഗ്രേവി. ഇതാണെങ്കിൽ ഇത് പൊട്ടറ്റോ കാസറോള. ഓക്കെ, പൊട്ടറ്റോ അത് ഞാൻ പിന്നൊരിക്കൽ റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. പൊട്ടറ്റോ കാസറോള. ഇതാണെങ്കിൽ ചില്ലിയൊക്കെ ചിക്കൻ ചില്ലി. അതൊക്കെ ഞാൻ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടി വെച്ചതാണ്. ഓക്കെ, അപ്പം അത് ഇത് കോണ്. ഓക്കെ, കോൺ ഓൺ ദ കോബ് എന്ന് പറയും. ജസ്റ്റ് ഈ കോൺ ഇങ്ങനെ സ്റ്റിക്കിലാക്കുന്നതിന് കോൺ ഓൺ ദ കോബ്. സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് റോസ്റ്റ് ചെയ്ത് ബേക്ക് ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുക. പിന്നെ ഇത് മാഷ് പൊട്ടറ്റോ. ഈ മാഷ് പൊട്ടറ്റോ കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഈ ഗ്രേവി ഇങ്ങനെ ഒഴിച്ച് കഴിക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മൾ എടുക്കുന്നതാണ് ഇവിടുത്തെ സ്വീറ്റ്. ഓക്കെ, ഇവിടുത്തെ ഡെസേർട്ടാണ് ഇത്. പംകിൻ പൈയും ദിസ് ഇസ് ആപ്പിൾ പൈ. ഓക്കെ, ഇപ്പോൾ പംകിൻ പൈയും ആപ്പിൾ പൈയും ഉണ്ട്. നമ്മൾ ലാസ്റ്റ് സ്വീറ്റ് കഴിക്കത്തില്ല, അതേപോലെ ഇപ്പം നമ്മൾ ഓണത്തിനൊക്കെ പായസം കഴിക്കുന്ന പോലെ കഴിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ കുറച്ച് ഡിഷൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഇത് ഗീ റൈസാണ്. ഇത് ഗീ റൈസ്. പിന്നെ കുറച്ച് ഷ്രിമ്പ് ഇങ്ങനെ കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് ലാമ്പ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ കുറച്ച് സാലഡ്. എപ്പോഴും നമ്മൾ വേറെയൊക്കെ ടർക്കിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ നമ്മുടെ കുറച്ച് ഇന്ത്യൻ ഡിഷൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഒക്കെ അതിന് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ വൈൻ കഴിക്കുന്നവർക്ക് വൈൻ എടുക്കാം. അങ്ങനെ ഇതാണ് താങ്ക്സ് ഗിവിങ് ഫീസ്റ്റ് എന്ന് പറയും. പിന്നെ കുറച്ച് ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഹാപ്പി താങ്ക്സ് ഗിവിങ്. See you next week. Bye. ഇവിടെ എല്ലാവരും കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും എല്ലാവർക്കും വിശപ്പ് കൂടുന്നു, തണുക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം എല്ലാവരും കട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. അപ്പം ഞങ്ങൾ കട്ട് ചെയ്ത് കഴിക്കാൻ പോകും. അപ്പം എല്ലാവർക്കും ഹാപ്പി താങ്ക്സ് ഗിവിങ്. എന്താ മോയിസ്റ്റായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ ഡ്രൈൻ ചെയ്തിട്ടെടുക്കുന്നത്. നന്നായിട്ട് മോയിസ്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൊക്കോ ആണെങ്കിൽ ഇവിടെ റെഡി ആയിട്ടിരിക്കും ഫീസ്റ്റ് കഴിക്കാൻ അല്ലേ, താങ്ക്സ് ഗിവിങ് ഫീസ്റ്റ്. ടർക്കിയുണ്ട്, കൊക്കോയ്ക്ക് കുറച്ച് ക്രാൻബെറി ഇച്ചിരി. ഓക്കെ, പിന്നെ ഗ്രേവി ഉണ്ട്, മഷ് പൊട്ടറ്റോ ഉണ്ട്. കൊക്കോയുടെ താങ്ക്സ് ഗിവിങ് ഡിന്നർ കഴിച്ചു. This is our Coco's Thanksgiving dinner. പയ്യെ കഴിക്കട്ടോ. എൻജോയ്.